Okay, so next we can move on to our next chapter in Child Rights and Protection, Unit 2, Violence Against Children and Child Abuse. Okay, അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ചാപ്റ്ററിൻ്റെ നെയിം പോലെ തന്നെ നമ്മൾക്ക് ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂസസ്, ഒരുപാട് കേസസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് സ്കൂളുകളിലായാലും ഫാമിലിയിലായാലും വീട്ടിലായാലും സൊസൈറ്റിയിലായാലും കുട്ടികൾക്കെതിരെയുള്ള വയലൻസ്, കുട്ടികൾക്കെതിരെയുള്ള നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷന്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. എന്താണ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്? നമ്മളിപ്പം നമ്മുടെ ഒരു ഗ്ലോബൽ ക്രൈസിസ് ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ ക്രൈസിസ് ആണ് ഈ കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് എന്ന് പറയുന്നത്. അതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ് അല്ലേ. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അവകാശങ്ങളെ നിഷേധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുമ്പോഴാണ് അതൊരു വയലൻസ് ആയി മാറുന്നത്. സോ എക്സ്പീരിയൻസിങ് വയലൻസ് ഇൻ ദ ചൈൽഡ്ഹുഡ് ഇമ്പാക്ട്സ് ലൈഫ് ലോങ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ചൈൽഡ്ഹുഡ്, എന്തിനാണ് നമ്മൾ ടീച്ചേഴ്സ് കൂടുതലും വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഈ പേപ്പേഴ്സും സബ്ജക്ട്സും കൺസെപ്റ്റ്സും ഒക്കെ നമ്മൾ പഠിക്കുന്നത്? ഓവറോൾ എല്ലാത്തിനപ്പുറത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തിനാ? കുട്ടികളുടെ ഒരു നല്ല ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. അവരുടെ ഒക്കെ ഒരു നല്ലൊരു വെൽഫെയർ ഉണ്ടായിട്ടാണ് വേ ഓൾ ടുഗദർ വർക്കിംഗ് ഫോർ. ഓക്കെ, അപ്പം നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഓരോ NGOസും കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോഴും നമ്മളെ ടീച്ചേഴ്സും പാരൻസും സൊസൈറ്റിയും ഒരുപാട് എഫേർട്സ് എടുക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഫാമിലിയിലാവട്ടെ, നമ്മുടെ സ്കൂളുകളിലാവട്ടെ, അവരുടെ പിയർ ഗ്രൂപ്പിലാവട്ടെ അവർ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വയലൻസ് നമ്മൾ കുട്ടികൾ നേരിടുന്ന സമയത്ത് അത് അവരെ ലൈഫ് ലോങ് അവരുടെ വെൽബീങ്ങിനെയും അവരെ മെൻ്റലി ഫിസിക്കലി അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. So, 2030 Agenda for Sustainable Development is to end abuse, exploitation, trafficking and all forms of violence against the torture of children. 2030 ആവുമ്പോഴത്തേക്ക് കുട്ടികൾക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും, എല്ലാ വയലൻസും, എല്ലാ എക്സ്പ്ലോയിറ്റേഷൻസും, ട്രാഫിക്കും കംപ്ലീറ്റ്ലി നിർത്തണം, അതിനൊരു എൻഡ് വരണം എന്നുള്ളൊരു അജണ്ട നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 1 in 2 children under 18th years suffer from some form of violence, physically, sexually or emotionally, and neglect every year. അതാണ് പഠനം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനം പ്രകാരം 1 in 2 ചിൽഡ്രൻ, 18 വയസ്സിന് താഴെയുള്ള 1 ചിൽഡ്രൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഏതോ ഒരു ആക്രമണങ്ങളിലൂടെ അല്ലെങ്കിൽ വയലൻസിലൂടെയും നെഗ്ലക്റ്റിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഒരു ചെറിയ ഇൻട്രോ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇത് ഏതൊക്കെ ടൈപ്സിലാണ് ഇങ്ങനെയുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, വയലൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ. ഇങ്ങനെ വാട്ട് ആർ ദ വേരിയസ് ഓർ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് വേരിയസ് forms of violence against children and trends in Tamil Nadu. കൂടുതലും കുട്ടികൾക്കെതിരെ നടക്കുന്ന വയലൻസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം. അപ്പം നമുക്ക് എന്തൊക്കെ വയലൻസ് ആണ് ഇതിപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ റീസെൻ്റായി കേൾക്കുന്ന ന്യൂസുകളിൽ കേൾക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കേസസ് ഉണ്ടല്ലോ, ഒരുപാട് വയലൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാം എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. Maltreatment. എന്താ maltreatment എന്ന് പറയുന്നത്? It refers to a range of harmful action against children. It includes physical, sexual and psychological, emotional violence. എല്ലാ തരത്തിലുള്ള വയലൻസ്, അത് ശാരീരികമാവട്ടെ, സെക്ഷുവലി ആവട്ടെ, സൈക്കോളജിക്കൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, കുട്ടികൾക്കെതിരെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള ആക്ഷനെ അവർക്ക് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാത്തൊരിതിനെയാണ് നമ്മൾ maltreatment എന്ന് പറയുന്നത്. Okay, these forms of maltreatment can occur both at home and in other settings such as schools and orphanages. ഇത് എല്ലായിടങ്ങളിലും, സ്കൂളുകളിലും, വീടുകളിലും, ഓർഫനേജുകളിലും, ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലായിടത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മാൽട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയി നടക്കുന്ന ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വയലൻസ് ആണ് കുട്ടികൾക്കെതിരെയുള്ള ബുള്ളിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അൺവാണ്ടഡ് അഗ്രസീവ് ബിഹേവിയർ എമംഗ് സ്കൂൾ ഏജ്ഡ് ചിൽഡ്രൻ ഇൻവോൾവിംഗ് എ റിയൽ ഓർ പെർസീവ്ഡ് പവർ ഇംബാലൻസ് അല്ലെ. നമുക്കിപ്പോൾ
റീസെന്റ് ആയിട്ടൊരു മരണം വരെ ഈ സൈബർ ബുള്ളിങ്ങിന്റെ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്. ഇന്റിമേറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരുപാട് റിലേഷൻഷിപ്പിന്റെ ഒരു കാലഘട്ടമാണ് അല്ലെ ഇത്. ആ റിലേഷൻഷിപ്പിന്റെ പേരിൽ അതിന്റെ ആ ഒരു ഇതിൽ അബ്യൂസും അഗ്രഷനും നടക്കുന്നതിനെയാണ് അബ്യൂസ് ഓർ അഗ്രഷൻ ഇൻ എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, വിച്ച് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ, സെക്ഷൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാം ബൈ എ കറന്റ് ഓർ ഫോമർ പാർട്ട്ണർ. നമ്മളിപ്പം കുട്ടികൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞാലോ അല്ലെ ഒരു ബ്രേക്കപ്പിന് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള സമയത്തോ പല പാർട്ട്നേഴ്സും എന്താണ് ഒരുപാട് ഫിസിക്കൽ ആൻഡ് സെക്ഷലി ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഹാം പാർട്ട്നേഴ്സിന്റെ അടുത്ത് നേരിടുന്നുണ്ട്. അതും ഇപ്പം കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് ആണ്. ഇതൊക്കെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് അല്ലെ, നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് എന്ന് പറയുന്നത്. മറ്റൊരു വയലൻസ് ആണ് സെക്ഷൽ വയലൻസ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താ സെക്ഷൽ വയലൻസ് എന്ന് പറയുന്നത്. സെക്ഷൽ ആക്ടിവിറ്റി വിത്തൗട്ട് ഫീലിംഗ് ഗിവൺ കൺസേൺ. നമ്മൾ കൺസേൺ ഇല്ലാതെ ഒരു എന്താ പറയാ ഒരു എല്ലാ ജെൻഡറിനും നടക്കുന്ന ഒരു സെക്ഷൽ അസോൾട്ടിനെയാണ് നമ്മളിവിടെ സെക്ഷൽ വയലൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ വയലൻസ്, അബ്യൂസീവ് ബിഹേവിയർ ദാറ്റ് ഹാംസ് ഇമോഷണൽ വെൽബീയിങ്, സെൽഫ് എസ്റ്റീം ആൻഡ് സൈക്കോളജിക്കൽ ഇന്റഗ്രിറ്റി. കുട്ടികളുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്ന, കുട്ടികളെ ഇമോഷണലി തകർത്തുന്ന, സൈക്കോളജിക്കലി ഹാം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വയലൻസും ഇതിലെ ഉൾപ്പെടുന്നതാണ്. ദെൻ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് വയലൻസ് can also occur within a child family. ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം വീടുകളിലും സ്വന്തം പാരൻസിൽ നിന്ന് വരെ കുട്ടികൾ വയലൻസ് നേരിടുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ആൽക്കഹോളൊക്കെ സബ്സ്റ്റൻസ് ചെയ്ത് അങ്ങനെയുള്ള പാരൻസിൽ നിന്ന് ആൽക്കഹോളിൻ്റെ പുറമെ കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസസ് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുട്ടികളെ ഇമോഷണലിയും ഫിസിക്കലിയും ഉപദ്രവിക്കുന്ന കേസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതിനെ വെച്ച് ടെസ്റ്റ് ചെയ്താവുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വയലൻസ്? മാൽട്രീറ്റ്മെന്റ്, ബുള്ളിങ്, ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്, സെക്ഷൽ വയലൻസ്, ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇപ്പം റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കേട്ടുവരുന്ന വയലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ടേം ഉണ്ട്, ചൈൽഡ് അബ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ്. ചൈൽഡ് അബ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് എന്താന്ന് വെച്ചാൽ ആ ടേമിൽ തന്നെ ഉണ്ട് ചൈൽഡ് അബ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ്. ചൈൽഡ് അബ്യൂസ് ആണ്. എങ്ങനെയുള്ള ചൈൽഡ് അബ്യൂസ്? ആരുടെ നിന്നുള്ള ചൈൽഡ് അബ്യൂസ്? From the trusted person. Child abuse is when one under age of 18 is neither being harmed or not properly looked after. നമുക്കറിയാം ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അബ്യൂസ് നേരിടുന്നതിനെയാണ് നമ്മൾ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ഹാംഡ് ആയിട്ടുള്ള ബിഹേവിയർ ഒരാളുടെ അടുത്ത് നിന്ന് നേരിടേണ്ടി വരുന്നതിനെയാണ്. എന്നാൽ അത് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസ്തതയെ, നമ്മൾ കുട്ടികൾ വിശ്വസിക്കുന്നവരുടെ അടുത്ത് നിന്ന്, അത് പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം, കുട്ടികളെപ്പോഴും ഒരു റോൾ മോഡലായിട്ട് കാണുന്ന അങ്ങനെയുള്ളവരാവാം. അപ്പം ഇങ്ങനെയുള്ള കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള കുട്ടികൾ ട്രസ്റ്റ് ചെയ്യുന്നവരിൽ നിന്നും കുട്ടികൾ അബ്യൂസ് നേരിടുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ അബ്യൂസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഫോം അബ്യൂസ് ആവാം, ഇമോഷണൽ അബ്യൂസ് ആവാം, സൈക്കോളജിക്കൽ അബ്യൂസ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം, നെഗ്ലക്റ്റ് ആവാം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചൈൽഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ അബ്യൂസ് പലതരത്തിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സൈക്കോളജിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, നെഗ്ലക്റ്റ്. പക്ഷെ ഇതിന് ഓരോന്നിനും ഓരോ കോൺസിക്വൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ വയലൻസ് ഒക്കെ കുട്ടികളെ ലൈഫ് ലോങ് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഫിസിക്കൽ അബ്യൂസ് എടുക്കുകയാണെങ്കിൽ, ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിംഗ്, സ്ലാപ്പിംഗ്, ബേണിംഗ്, ഡ്രോണിങ്, സഫോക്കേറ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ ശാരീരികമായിട്ടുള്ള അക്രമങ്ങളും നമ്മൾ ഫിസിക്കൽ അബ്യൂസ് ആയിട്ടാണ്. ഇതിന്റെ കോൺസിക്വൻസ് എന്താ? ഇത് കുട്ടികളെ വെൽബീങ്ങിനെ ബാധിക്കുന്നു, കുട്ടികളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത് ബാധിക്കുന്നു, കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കുന്നു, കുട്ടികൾക്ക് സോഷ്യൽ ഡെവലപ്മെന്റിനെ അതുപോലും അത് ബാധിക്കുന്നുണ്ട് ഫിസിക്കൽ അബ്യൂസ്. എന്നാൽ ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും കുട്ടികളെ വേർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും കൊടുക്കാത്ത അവസ്ഥ, കുട്ടികളെ എപ്പോഴും പേടിപ്പെടുത്തുന്ന അവസ്ഥ, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഇമോഷണൽ അബ്യൂസ് ആവുന്ന സമയത്ത് എന്താണ് ഉണ്ടാവാനേ?
ഇമോഷണൽ അബ്യൂസ് ആവുന്ന സമയത്ത് കുട്ടികളെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യാൻ, കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും, കുട്ടികൾക്ക് ഒരുപാട് ആൻസൈറ്റി ഡിസോർഡേഴ്സ് അതുണ്ടാക്കും, ഒരു സെൽഫ് ഹാർമിങ് ബിഹേവിയേഴ്സ് കുട്ടികളിൽ ഉണ്ടാക്കും, കുട്ടികൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് പിന്നെ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കാനോ അത് ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൽ കുട്ടികൾ നല്ല ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. സൈക്കോളജിക്കൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഇമോഷണലി ഡീഗ്രേഡ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക, എപ്പോഴും കുട്ടികളെ കോൺസ്റ്റന്റ് ക്രിറ്റിസൈസ് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഇതിന്റെ കോൺസിക്വൻസ് എന്താ? അത് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ, അത് ഒരു ഓവർ ഇമോഷണൽ വെൽബീങ്ങിനെ അത് ബാധിക്കും. സ്വാഭാവികമായിട്ടും അത് ഓവറോൾ ഡെവലപ്മെന്റിനെ ബാധിക്കും. കുട്ടിക്ക് എപ്പോഴും ഒരു ലോ സെൽഫ് എസ്റ്റീം നേരിടേണ്ടി വരും. ഡിപ്രഷൻ സ്റ്റേജിലും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനോ പിന്നെ കുട്ടിക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരെ ഈ സൈക്കോളജിക്കൽ അബ്യൂസ് കാരണം കുട്ടികൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് സെക്ഷൽ അബ്യൂസും നെഗ്ലക്റ്റും കാരണം കുട്ടികൾക്ക് പല, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പല ശാരീരിക മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചൈൽഡ് അബ്യൂസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സൈക്കോളജിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, നെഗ്ലക്റ്റ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും വരുന്നിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും അതിന്റെ കോൺസിക്വൻസും. അപ്പം ഇത് നമ്മൾ BEd ടീച്ചേഴ്സ് എന്തിനാണ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഇതിൽ പഠിക്കുന്നത്? ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതായത് നമ്മൾ ഇരിക്കുന്ന ക്ലാസ് റൂം, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ, ഇറ്റ്സ് എ ഡൈവേഴ്സ് ക്ലാസ് റൂം. ഒരു 30 കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 30 കുട്ടികളുടെ മാനസിക സ്ഥിതി, അവർ വരുന്ന എൻവിറോൺമെന്റ്, അവർ വരുന്ന ഫാമിലി, അവരുടെ ചുറ്റുപാട്, അവരുടെ സാഹചര്യങ്ങൾ, എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. അപ്പം നമ്മളെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിയായിരിക്കാം. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, കുട്ടി എപ്പോഴും ഡിസ്ട്രാക്ട് ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചർ അവിടെ കുട്ടിയെ ബ്ലെയിം ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ തവണയും സെയിം ബിഹേവിയർ കുട്ടീൻ്റെ അടുത്ത് ഉണ്ടാവുന്നു, മൂന്നാമത്തെ തവണയും സെയിം ബിഹേവിയർ ആ കുട്ടികളുടെ അടുത്ത് ഉണ്ടാവുന്നതെങ്കിൽ ഇഫ് യു ആർ എ ഗുഡ് ടീച്ചർ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? rather than always blaming and criticizing the students, you should have to talk with them. Okay, പേഴ്സണലി ആ കുട്ടിയുടെ അടുത്ത് പോയി ഒന്ന് മനസ്സിലിരുന്ന് സംസാരിക്കാം. ചിലപ്പോൾ വീട്ടിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം, എന്തുകൊണ്ടാണ് കുട്ടിയുടെ മൈൻഡ് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഡിസ്ട്രാക്ട് ആവാനുള്ള കാരണമെന്ന് നിങ്ങൾ കുട്ടികളോട് സംസാരിച്ച് അതിനുള്ള ഒരു ശരിയായ സൊല്യൂഷൻ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ കൂടുതലും ടീച്ചേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രകൃതമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലെയിം ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ആർക്കും കഴിയും. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കുട്ടികൾ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ആ സൊല്യൂഷനിലേക്ക് കുട്ടികൾ എത്തിക്കുമ്പോഴാണ് അവിടെ ഒരു പരിഹാരം ഉണ്ടാവുന്നത്. അല്ലാതെ ഈ ബ്ലെയിമിങ് കൊണ്ടോ ഓൾവേസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ടോ അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് നടക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്സ് ഒക്കെ BEdന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇതാക്കുന്നത്. നിങ്ങളെ മുമ്പിലിരിക്കുന്ന കുട്ടികളും ഇതുപോലെ വയലൻസ് നേരിടുന്ന കുട്ടികളുണ്ടാവാം, വീട്ടിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവാം, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന കുട്ടികളുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അതാണ് ഏറ്റവും വലിയൊരു ഗുഡ് ചേഞ്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഇമ്പാക്റ്റ് കുട്ടിയുടെ ലൈഫ് ലോങ് ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വലിയ സർവീസ് ആയിട്ട് അത് മാറുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ഓർ ഡോമിനന്റ് പേഴ്സൺ. നമ്മളെ കുട്ടികൾ എന്താണ് ഈ ഡോമിനന്റ് പേഴ്സൺ അല്ലെങ്കിൽ ട്രസ്റ്റഡ് പേഴ്സണിൽ നിന്നും ഈ അബ്യൂസ് നേരിടുന്നുണ്ട്. അത് ടീച്ചേഴ്സ് ആവാം, ഈവൻ നമ്മൾ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പീഡനങ്ങളും അബ്യൂസ് ആയിട്ടുള്ള വേർഡ്സും ഫിസിക്കലി ഇമോഷണലി ഉള്ള അബ്യൂസ് ഫേസ് ചെയ്യുന്ന കേസസ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളിൽ നിന്ന് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ലീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന്, റിലീജിയസ് ലീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരുന്ന കെയർ ഗിവേഴ്സ് അടുത്തുനിന്ന്, കോച്ചസിന്റെ അടുത്ത്, ഇങ്ങനെയുള്ള ഇവരെയാണ് നമ്മൾ ട്രസ്റ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഡോമിനന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ അടുത്തൊന്നും കുട്ടികൾ ഇങ്ങനെയുള്ള അബ്യൂസ് നേരിടുന്നതിനെയാണ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് ഓർ ഡോമിനന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വെൻ ദ അബവ് മെൻഷൻഡ് ചൈൽഡ് അബ്യൂസ് ഹാപ്പൻ ടു എ ചൈൽഡ് ബൈ എ ട്രസ്റ്റഡ് മെമ്പർ വെൻ ഇറ്റ് ഈസ് കോൾഡ് അബ്യൂസ് ഓഫ് ട്രസ്റ്റ്. ഒരു ട്രസ്റ്റഡ് മെമ്പറിൽ നിന്ന് കുട്ടികൾ അബ്യൂസ് നേരിടുന്നതിനെയാണ് നമ്മൾ അബ്യൂസ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് പാരൻസ് ആവാം, കെയർ ഗിവേഴ്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, കോച്ചസ് ആവാം, റിലീജിയസ് ടീച്ചേഴ്സ് ആവാം, ആരുമാവാം. ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇത് കുട്ടികളുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നു.
ഓക്കെ, അപ്പോൾ വയലൻസ്, ചൈൽഡ് അബ്യൂസ്, ഇത് 2 ടോപ്പിക്കുമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പ്രധാനമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ്, കുട്ടികൾ നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? അൺഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ based on factors such as race, gender, sexuality, ethnicity, religion, caste, age, disability, socioeconomic status, nationality. നമുക്കറിയാം ഒരുപാട് വിവേചനങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. അങ്ങനെ എന്തിൻ്റെ തരത്തിലായിട്ട്, മതത്തിൻ്റെ പേരിലാവട്ടെ, നിറത്തിൻ്റെ പേരിലാവട്ടെ, ജാതി, മതം, ലൈക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻസ്, സ്റ്റാറ്റസ്, നാഷണാലിറ്റി, ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അൺഈക്വൽ ട്രീറ്റ്മെന്റ് നേരിടുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ട്രീറ്റിംഗ് എ പേഴ്സൺ ഓർ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഡിഫറെന്റ്ലി, ഓഫൻ ഇൻ എ വേഴ്സ് വേ ദാൻ അതേഴ്സ് ഡ്യൂ ടു ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. വി ആർ ഹാൻഡ്ലിംഗ് എ ഡൈവേഴ്സ് ക്ലാസ് റൂം. നമ്മളെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ ചിന്താഗതികൾ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫിനാൻസ്, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ ഏജ്, കളർ, കാസ്റ്റ്, റിലീജിയൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഡിഫറെൻ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ആസ് എ ടീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ കുട്ടികൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു അൺഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് ടീച്ചർ അടുത്ത് ഉണ്ടാവുന്നത് എന്ന് ഫീൽ ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര കുട്ടികളെ തളർത്തുന്ന, കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എന്നെ ടീച്ചർ അൺഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി മറ്റുള്ളവരെ അത്തോളം ഞാൻ വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ റിലീജിയൻ ഇതായത് കൊണ്ട്, കാസ്റ്റ് ഇതായത് കൊണ്ട് ടീച്ചർ എന്നെ മാറ്റി നിർത്തപ്പെടുന്നു, ടീച്ചർ അടുത്ത് എനിക്കൊരു അൺഈക്വൽ ട്രീറ്റ്മെന്റ് ഉണ്ടാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തോന്നാനുള്ളൊരു സാഹചര്യം നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാക്കാൻ പാടില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മൾ കൂടുതലും നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ഉണ്ട്, സോഷ്യോ എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ വിത്ത് ഇൻ ദ ഫാമിലി. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ഒരു 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് എഴുതാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്ക്രിമിനേഷൻ എഴുതാം. ഓക്കെ, അപ്പം ഈ എക്സാമിന് അതിപ്പുറത്തേക്ക് നമ്മൾ ക്ലാസ് റൂമിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓരോ കുട്ടിയെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആവാൻ പാടില്ല. ഓക്കെ, അതാണ് ആ പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡ്രഗ് ഡിപ്പെൻഡൻസി. ഈ ചാപ്റ്ററിൽ പറയാനുള്ള വേറൊരു ടോപ്പിക്കാണ് ഡ്രഗ് ഡിപ്പെൻഡൻസി അമംഗ് ചിൽഡ്രൻ. ഓക്കെ, ഡ്രഗ് ഡിപ്പെൻഡൻസി അമംഗ് ചിൽഡ്രൻ. ഇപ്പോൾ ഒരുപാട് കേസസ് ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഡ്രഗ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലേ, നമ്മൾ കുട്ടികൾ ഈ ഡ്രഗ്സിലേക്ക് അഡിക്റ്റ് ആയി പോകുന്ന കേസസ് ഒരുപാട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രഗ് ഡിപ്പെൻഡൻസി അമംഗ് ഇൻ ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഈസ് എ സീരിയസ് ഇഷ്യൂ ദാറ്റ് ഹാസ് ഗെയിൻഡ് അറ്റൻഷൻ ഇൻ റീസെന്റ് ഇയേഴ്സ്. ദ ഇൻസിഡൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ് അമംഗ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ഈസ് ഹയർ ദാൻ ദ ജനറൽ പോപ്പുലേഷൻ. കൂടുതലും ഈ ഡ്രഗ് ഡിപ്പെൻഡൻസി കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലാണ്. അവിടെയാണ് നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത്. കൂടുതലും ഇപ്പോൾ ഡ്രഗ് ഡിപ്പെൻഡൻസി കുട്ടികളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആർ വൾണറബിൾ ടു ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസി ഡ്യൂ ടു വാരിയസ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു ഡ്രഗ് ഡിപ്പെൻഡൻസിയിൽ, ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകാനുള്ള കാരണങ്ങൾ പലതാണ്. അപ്പോൾ ഡ്രഗ് ഡിപ്പെൻഡൻസിയെ കുറിച്ച് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഡ്രഗ് ഡിപ്പെൻഡൻസി എന്ന് എഴുതുക, അതിന്റെ കാരണങ്ങൾ എന്താണ്, കൂടുതലും കണ്ടുവരുന്ന ഈ സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്, അതെങ്ങനെ നമുക്ക് സംരക്ഷിക്കാം. ചിലപ്പോൾ ഒരു എസ് എ ടൈപ്പായിട്ട് 8 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ് എ ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഡ്രഗ് ഡിപ്പെൻഡൻസിനെ കുറിച്ചൊരു ഇൻട്രോ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു ഡ്രഗ് ഡിപ്പെൻഡൻസി കൂടുതലും കണ്ടുവരുന്നത്, കാരണങ്ങൾ പലതുമാണ്. ഏർലി ഇൻഫ്ലുവൻസ് കംസ് ഫ്രം
ഫാമിലി. ചിലപ്പം നമ്മൾ പറഞ്ഞതുപോലെ എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം നമ്മളെല്ലാം പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്, ഡൂസും ഡോൺസും എല്ലാം പഠിക്കുന്നത്. അപ്പം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പോവർട്ടി ഒരു കാരണമാവാം, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെന്റ്, പിയർ പ്രഷർ, ഫാമിലി ഡിസ്ഫങ്ഷൻ, പാരന്റൽ റിജക്ഷൻ, എക്സ്പോഷർ ടു വയലൻസ് ആൻഡ് ട്രോമ, ഈസി അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് ഇൻ സർട്ടൻ ഏരിയാസ്. ഇതൊക്കെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കപ്പെടാനുള്ള കാരണങ്ങളാകാം. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, നിങ്ങൾ കോൺവേർട്സിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കുട്ടികൾ ഡ്രഗ്സിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം. എന്തൊക്കെ ഡ്രഗ്സ് ആണ് കുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്നത്? ആൽക്കഹോൾ, ടൊബാക്കോ, ഇൻഹാലൻസ്, കനാബീസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രഗ്സിന്റെ നെയിംസ് ഉണ്ട്. ഇതാണ് കുട്ടികൾ കൂടുതലും ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ നമുക്കറിയാം ഇത് എത്രത്തോളം ഒരു സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ്, ഇത് കുട്ടികൾ എത്രത്തോളം ബാധിക്കും. ഇങ്ങനെ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഡ്രഗ്സ്, എന്തൊക്കെയാണ് ഡ്രഗ്സിന്റെ എഫക്ട്സ് എന്ന് പറയുന്നത്? അത് കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഓഫ് കോണ്ടാക്ട് ഡിസോർഡേഴ്സ്, ഒരുപാട് ഡിസോർഡേഴ്സ് കുട്ടികളിൽ ഉണ്ടാക്കും. കുട്ടികളിൽ അത് ODD, ഒപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ. നമ്മളിപ്പോൾ പല കേസസും അപകടങ്ങളും മരണങ്ങളും കൊലപാതകങ്ങളും റേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതലും നടക്കുന്നത് ഈ ഡ്രഗിന്റെ ഇതിലാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പല അപകടങ്ങളും നടക്കാനുള്ള കുട്ടികളുടെ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നല്ല അവൾ ചെയ്യുന്നത്. ഈ ഡ്രഗ്സിന്റെ അഡിക്ഷനിൽ മൂലം പല അപകടങ്ങളും അത് വരുത്തിവെക്കും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് കുട്ടികളിൽ ഉണ്ടാക്കും. ദിസ് പ്രോബ്ലം മേ ഇനീഷ്യലി പ്രസന്റ് വിത്ത് മൈൽഡ് ബിഹേവിയർ പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രസ് ടു സിവിയർ സിംറ്റംസ് സച്ച് ആസ് സ്റ്റീലിംഗ്, അഗ്രഷൻ ആൻഡ് യൂസിങ് ഹെവി ഡോസേജ് ഓഫ് നെക്രോട്ടിക് സബ്സ്റ്റൻസ്. നമ്മൾ പറയും ആദ്യം ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ചെറിയൊരു സബ്സ്റ്റൻസ് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ, പിന്നെ അതിലേക്ക് അവൻ എഡിക്റ്റ് ആയി പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളിൽ ആദ്യം മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കാണിക്കും, പിന്നെയാണ് അതിൻ്റെ സിവിയറിറ്റി കൂടിക്കൊണ്ടിരിക്കുക. കുട്ടികളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് അത് മാറ്റും. ഇത് പിന്നെ മെല്ലെ അത് നെക്രോട്ടിക് സബ്സ്റ്റൻസിൻ്റെ യൂസേജ് ഡോസേജ് കൂടും. പിന്നെ അതൊരു വലിയ മാരകമായ അപകടങ്ങളിലേക്ക് വരെ എത്തിച്ചേരും. അപ്പോൾ അത്രയും ഒരു സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ കുട്ടികളിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. സോ സബ്സ്റ്റൻസ് അബ്യൂസ് പോസസ് സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് റിസ്ക് ആൻഡ് can lead to long-term physical, psychological and social consequences for children. അപ്പം ഇതാണ് നമുക്കിതിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇതിൽ വേറെ അപ്പാർട്ട് ഫ്രം ദീസ് എക്സാം തിങ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അക്കാദമിക്സിന് അപ്പുറത്തേക്ക് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സിനെ ഒരുപാട് അവയർനെസ്, നമ്മളിപ്പോൾ പറയുന്നത് 21st സെഞ്ച്വറി സ്കിൽസ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള ഇപ്പം ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടാനും അല്ലെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അല്ലെ. അവരെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് പേര് ചിലപ്പോൾ അവരുടെ ചുറ്റും ഈ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എങ്ങനെ അവർക്ക് വഴിമാറി നടക്കാം, അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സും അതിൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വിശ്വസ്തതയും ഇതൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ what are the protective factors? Protective factors play a crucial role in safeguarding children from drug abuse and dependency. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റീവ് തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക? ആദ്യം നമ്മളൊരു പാരന്റ് ഓർ ഫാമിലി എൻഗേജ്മെന്റ്, നമ്മൾ പറയും ഒരു കുട്ടി ഒരു തെറ്റായ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ തെറ്റിലേക്ക് പോയതിൽ അവനക്ക് റീഗ്രറ്റ് തോന്നണം. അവൻ്റെ ഫാമിലി അല്ലെ അവൻ്റെ വിശ്വസിക്കുന്നവരെ ഒരു അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ട്രസ്റ്റ് അവനക്ക് അവിടെ ഉണ്ടാവണം. അപ്പം നല്ലൊരു പാരന്റിങ്ങും നല്ലൊരു ഫാമിലി എൻഗേജ്മെന്റും കുട്ടിക്ക് കൊടുക്കുക. നല്ല ഫാമിലി സപ്പോർട്ട്, സ്വാഭാവികമായിട്ടും എന്നെ സംരക്ഷിക്കാനും എന്നെ സ്നേഹിക്കാനും എന്നെ കൺസിഡർ ചെയ്യാനും എനിക്കൊരു പരിഗണനയും കിട്ടാത്ത സന്ദർഭങ്ങളിലാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി പെടുന്നത്. പാരന്റൽ ഡിസപ്രൂവൽ, കൃത്യമായ പാരന്റൽ മോണിറ്ററിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ കണക്റ്റഡ്നെസ്, എഡ്യൂക്കേഷൻ, ഗുഡ് അക്കാദമിക് അച്ചീവ്മെന്റ്, ടീച്ചേഴ്സ് സപ്പോർട്ട്സ്. നമ്മൾ ടീച്ചേഴ്സിന് എന്തൊക്കെ സപ്പോർട്ട് കുട്ടികൾക്ക്, എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് കാര്യങ്ങളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. എപ്പോഴും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അഥവാ ഇങ്ങനെ ഒരു പ്രാവശ്യം കുട്ടികൾ ഉപയോഗിച്ചാൽ പോലും അത് തുറന്ന് പറയുക. ഫസ്റ്റ് കേസിൽ അത് തുറന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷെ അത് അപ്പുറത്തേക്ക് കൂടുതൽ
കൂടുതൽ ഉപയോഗിക്കും തോറും അതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് അത്രയും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. സോ ഒരു പോസിറ്റീവ്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടികളിൽ നല്ല പോസിറ്റീവ് സെൽഫ് എസ്റ്റീം ക്രിയേറ്റ് ചെയ്യുക, സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുക, സോഷ്യൽ കോമ്പിറ്റൻസ് ഉണ്ടാക്കുക, നല്ല രീതിയിലുള്ള റിലീജിയസും കാര്യങ്ങളും ബിലീഫ്സും ഒക്കെ കുട്ടികളിൽ നല്ലൊരു മോറൽ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാം, റിസൈലൻസ് ഉണ്ടാക്കുക, ഒരു ഡ്രഗ് അബ്യൂസിനെതിരെയുള്ള നല്ല ഒരുപാട് അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ കോമൺ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് കുട്ടികളെ ഈ അബ്യൂസുകളിൽ നിന്നും ഒരുപാട് സംരക്ഷിക്കാൻ കഴിയും. അപ്പം നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മളെ പാരൻസ് ആണ് അല്ലേ. നമ്മുടെ മുമ്പിലും കുട്ടികളുണ്ട്, നമ്മുടെ മക്കളായിട്ടും നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടും നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ കുട്ടികളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, ആസ് എ ടീച്ചേഴ്സ്, ആസ് എ പാരന്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഡ്രഗ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എസ് എ ടൈപ്പ് വരികയാണെങ്കിൽ അതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എഴുതാം. കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഇതെങ്ങനെയാണ് എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്, ആ കുറച്ച് പ്രോബ്ലംസ് ഡിസോർഡേഴ്സിന്റെ പേര് മെൻഷൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ODD, ADHD, അങ്ങനെയുള്ള ഡിസോർഡേഴ്സ്, ദെൻ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, ഇതിനെങ്ങനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ പോയിന്റ്സും വെച്ച് എഴുതാം. ഇതാണ് ഒരു എസ് എ ടൈപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 1-2 പേജോ എത്ര മാർക്കിന് വെച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ, കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് ഡ്രഗ് അബ്യൂസിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓൺലൈൻ അബ്യൂസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലേ. വയലൻസ് തന്നെ വരുന്നതാണ് മറ്റൊരു പ്രശ്നം, ഒരു അബ്യൂസ് ആണ് ഓൺലൈൻ അബ്യൂസ്. അല്ലെങ്കിൽ ഓൺലൈൻ അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു ഡിജിറ്റൽ ഇറയിലാണ്. സോ ഇൻ ദി ഡിജിറ്റൽ ഏജ് ചിൽഡ്രൻ ആർ എക്സ്പോസ്ഡ് ടു ന്യൂ ത്രെറ്റ്സ് അല്ലെ. ഈ ഡിജിറ്റൽ ഏജിന് അതിൻ്റെതായിട്ടുള്ള നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ത്രെറ്റ്സും നമ്മളെ കുട്ടികളെ നേരിടുന്നുണ്ട്. ഓൺലൈൻ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ, ഓൾസോ നോൺ ആസ് ഓൺലൈൻ ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, refers to the harmful and illegal activities that target children through digital platforms and the internet. ഒരു ഡെഫിനിഷൻ പോലെ നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് എഴുതാവുന്നതാണ്. എന്താണ് ഓൺലൈൻ അബ്യൂസ് എന്ന് ചോദിച്ചാൽ ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ. എന്നാൽ കൂടുതലും കണ്ടുവരുന്ന എന്താണ്, ഇതുവർ മെയിൻലി എയിം ചെയ്യുന്നത് കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇലീഗൽ ആക്ടിവിറ്റീസിൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ ഹാം ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഓൺലൈൻ അബ്യൂസ് കൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും കൂടുതലും നടന്നു വരുന്നതാണ് ഈ ഗ്രൂമിങ്. ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അഡൾട്ട് നമ്മൾ കുട്ടികളുമായി ഫസ്റ്റ് തന്നെ ആദ്യം ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡപ്പ് ചെയ്യുകയും അവരുടെ ട്രസ്റ്റ് നേരിട്ടതിന് ശേഷം പിന്നെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഓൺലൈൻ അബ്യൂസിലേക്ക് നടക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതാണ് സെക്സ്റ്റോഷൻ. സെക്സ്റ്റോഷൻ എന്ന് പറയുന്നത് എ ചൈൽഡ് ഇൻ ടു ഷെയറിംഗ് എക്സ്പ്ലിസിറ്റ് ഇമേജസ്, വീഡിയോസ് ഓർ പേഴ്സണൽ ഇൻഫോർമേഷൻ ആൻഡ് ദെൻ യൂസസ് ഇറ്റ് ടു ബ്ലാക്ക്മെയിൽ ഓർ മാനിപ്പുലേറ്റ് ദ ചൈൽഡ് ഫോർ ഫർദർ എക്സ്പ്ലോയിറ്റേഷൻ ഓർ ഫിനാൻഷ്യൽ ഗെയിൻ. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അറിയുന്നവരെയും അറിയാത്തവരെയും സ്ട്രേഞ്ചേഴ്സിനൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ വരെ പോകുന്നൊരു കാലഘട്ടമാണ് ഇതില്ലേ. അങ്ങനെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷനോ അല്ലെങ്കിൽ കോണ്ടാക്റ്റോ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ, ഇമേജസ്, വീഡിയോസ് ഒക്കെ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. നല്ലൊരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സമയം കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിനിന് വേണ്ടിയിട്ട് നമ്മളെ ബ്ലാക്ക് മെയിലിങ്ങോ കാര്യങ്ങളിലും ചെയ്യുന്നതിനെയാണ് ഈ നമ്മൾ അയച്ച കാര്യങ്ങൾ നമ്മൾ പാസ് ചെയ്ത ഇൻഫോർമേഷൻ വെച്ചിട്ട് തന്നെ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനുമാണ് ഈ സെക്സ്റ്റോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓൺലൈൻ ഹറാസ്മെന്റ് ആൻഡ് ബുള്ളിങ്, സൈബർ ബുള്ളിങ് പോലുള്ള ഒരുപാട്, പിന്നെ നമ്മുടെ കുറച്ച് സ്പ്രെഡിങ് റൂമേഴ്സ്, മേക്കിംഗ് ഡിറോഗേറ്ററി കമന്റ്സ്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഒരുപാട് മരണങ്ങൾ വരെ നടക്കുന്നുണ്ട്. സോ ഓൺലൈൻ ഹറാസ്മെന്റും ബുള്ളിങ്ങും അതും ഒരു പ്രധാനപ്പെട്ട ഓൺലൈൻ അബ്യൂസാണ്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ചൈൽഡ് ട്രാഫിക്കിംഗ്, ലൈക്ക് ഫെസിലിറ്റേറ്റിംഗ് ചൈൽഡ് ട്രാഫിക്കിംഗ് ഇൻക്ലൂഡിംഗ് റിക്രൂട്ട്മെന്റ്, അഡ്വർടൈസ്മെന്റ്, ഇല്ലീഗൽ ട്രാൻസാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ, ഓൺലൈൻ എൻറ്റൈസ്മെന്റ്, എക്സ്പോഷർ ടു ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഓൺലൈൻ വഴി നടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ആക്രമണങ്ങൾ ഒക്കെ ഒരുപാട് ഉണ്ട്.
അപ്പം ഇതാണ് ഇതിൽ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് ഓൺലൈൻ അബ്യൂസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അബ്യൂസ് എന്താണ് പ്രധാനമായിട്ടും നടക്കുന്നത്, ഈ ഗ്രൂമിങ്, സെക്സ്റ്റേഷൻ, ഓൺലൈൻ ഹറാസ്മെന്റ്, ഓൺലൈൻ ചൈൽഡ് ട്രാഫിക്കിംഗ്, ഓൺലൈൻ എൻജോയ്സ്മെന്റ്, എക്സ്പോഷർ ടു ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, ഓൺലൈൻ ബുള്ളിങ് ഇങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിനുശേഷം നമുക്കൊരു എസ്സേ ടൈപ്പ് ആണെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്യാം. പ്രിക്കോഷണറി സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ചൈൽഡ് ഫ്രം ഓൺലൈൻ അബ്യൂസ്. എങ്ങനെ നമുക്ക് കുട്ടികളിൽ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാം. ഒരു കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ഏതൊരു പ്രശ്നത്തിനും നമ്മൾ അതാണല്ലോ നമ്മൾ ടീച്ചേഴ്സാണ്, അപ്പോൾ ടീച്ചേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഇതും അതിലേക്ക് ആഡ് ചെയ്യുക. പാരൻസ് ഷുഡ് എൻകറേജ് ദർ ചിൽഡ്രൻ ടു ടോക്ക് ടു ദം അബൌട്ട് ഹൗ ദേ യൂസ് ദ ഇന്റർനെറ്റ് ആൻഡ് ഷോ ടു ദം വാട്ട് ദേ ഡു ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ കം ടു ദം ഫോർ അഡ്വൈസ്. അപ്പം ഫസ്റ്റ് തന്നെ കുട്ടികൾ ഇങ്ങനൊരു ട്രാപ്പിലായി പോകുന്ന സമയത്ത് അത് കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണം. അത് പാരന്റ് ആയിക്കോട്ടെ, വീട്ടിലുള്ളവരായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ. അപ്പം നമ്മളെപ്പോഴും പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ അവരെ എൻഗേജ് ചെയ്യുക. അവരെങ്ങനെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ ടീച്ചേഴ്സാണ്, നമ്മുടെ ക്ലാസ് റൂമിൽ ഇന്റർനെറ്റ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അവെയർ ആക്കി കൊടുക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം സൂക്ഷിച്ചു വേണം എന്നതിനെ കുറിച്ച് കുട്ടികളെ അവെയർ ആക്കുക. നമ്മുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അവെയർ ആയിരിക്കണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുട്ടികൾക്ക് അവെയർനെസ് ക്ലാസ് കൊടുക്കാം. ദെൻ ഹാവ് എൻ എഗ്രിമെന്റ് ഇൻ ദ പ്ലേസ് ആൻഡ് സെറ്റ് ബൗണ്ടറീസ് ഫോർ ദർ ഇന്റർനെറ്റ് യൂസ്. നമ്മളെപ്പോഴും കുട്ടികൾക്ക് എവറിത്തിങ് ഇസ് അവൈലബിൾ ഓൺ ദ ഫിംഗർ ടിപ്പ്. അതാണ് ഈ ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെപ്പോഴും കുട്ടികൾക്ക് ഒരു ബൗണ്ടറി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആക്കുക. ചെക്ക് ഏജ് റേറ്റിംഗ് ദാറ്റ് കംസ് വിത്ത് ഗെയിംസ് ആപ്പ്, ഫിലിംസ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഒരുപാട് ഫിലിംസും ഗെയിംസും സോഷ്യൽ നെറ്റ്വർക്ക്സും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിനൊക്കെ അതിൻ്റെ ഏജ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈവൻ ഞാനിപ്പോൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ സ്കൂളുകളിൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ബിഹേവിയർ, ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം കുട്ടി നേരിലെ ആ ഒരു പ്രശ്നം കുട്ടിയിൽ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഫോണിലൂടെ കണ്ട്, കുട്ടിക്ക് ഇതെന്താന്ന് പോലും അറിയില്ല, അങ്ങനെ കുട്ടി ഫോണിൽ എന്താണോ കണ്ട അത് അതേപടി ക്ലാസ് റൂമിൽ ഇമിറ്റേറ്റ് ചെയ്തു. അത് എന്താന്ന് മനസ്സിലാക്കാൻ പോലുള്ള പ്രായപക്വത കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് ഫോണും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയാസും ഒക്കെ കൈമാറുന്ന സമയത്ത് ആദ്യം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചെറിയ മക്കളാണെങ്കിലും, ചെറിയ മക്കൾ ഇപ്പോൾ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ ആ ചെറിയ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതിലൊരുപാട് റെസ്ട്രിക്ഷൻസ് മോഡുണ്ട്. അങ്ങനെ ഓണാക്കുക, അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉറപ്പ് വരുത്തിക്ക് മാത്രം ചെറിയ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക. അല്ലെങ്കിൽ വലിയ കുട്ടികൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുട്ടികളെ അവെയർ ആക്കുക, എങ്ങനെ യൂസ് ആക്കണം എന്നുള്ളത്. കാരണം ഇത് വളരെ വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ തടഞ്ഞു വെക്കാൻ പറ്റില്ല, നമ്മൾക്ക് എന്തൊക്കെ പ്രൊട്ടക്റ്റീവ് വേസ് അവിടെ ചെയ്യാൻ പറ്റും, പ്രിക്കോഷണറി സ്റ്റെപ്സ് അവിടെ എടുക്കാൻ പറ്റും, അതൊക്കെ എടുക്കുക. അപ്പം കുട്ടികളിൽ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. Then activate parental controls on your home network and all devices including mobile phone and game consoles. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാരൻസിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് മോഡും അല്ലെങ്കിൽ പാരന്റൽ കൺട്രോളും നമ്മുടെ ഡിവൈസസിൽ, കുട്ടികൾ ഉപയോഗിക്കുന്ന ഡിവൈസസിൽ ഉണ്ടാക്കാൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുക. സേഫ് സെറ്റിംഗ് ക്യാൻ ഓൾസോ ബി ആക്ടിവേറ്റഡ് ഓൺ സൈറ്റ് സച്ച് ആസ് ഗൂഗിൾ, യൂട്യൂബ്. ഇത് യൂട്യൂബിലും ഗൂഗിൾസിലും പല പാരൻസും ഇതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പം ഇതിനെക്കുറിച്ച് പാരൻസ് അവെയർ ആവുക. ഇങ്ങനെയുള്ള പ്രിക്കോഷണറി സ്റ്റെപ്സ് നിങ്ങൾ കുട്ടികൾക്ക് ഡിവൈസ് കൈമാറുന്നതിന് മുമ്പ് കൊടുക്കുക. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ കാണുന്ന, അവരുടെ എല്ലാ ബിഹേവിയേഴ്സും കാണുന്ന ടീച്ചേഴ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഇന്റർനെറ്റും കുട്ടികൾക്ക് ഇന്റർനെറ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീഡം കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എപ്പോഴും നിങ്ങളൊരു കുട്ടികളുമായിട്ടൊരു എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കണം. അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് കുട്ടികളെ കൃത്യമായി അവെയർ ചെയ്യുക. ബോത്ത് പാരന്റ്സ് ആസ് വെൽ as teachers. Okay. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ് റൂമിൽ കുട്ടികളെ ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആക്കുക. ഇനി പോയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു കുട്ടി ചിലപ്പോൾ അങ്ങനെ ഒരുപാട് റീസെന്റ് കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഓൺലൈൻ അബ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികളുടെ ബിഹേവിയർ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ചിലപ്പം അത് നിങ്ങളുടെ കുട്ടികൾ അവരുടെ പാരന്റിനോട് പറയാതെ ടീച്ചേഴ്സിനോടായിരിക്കും ഇത് പറയുന്നത്. അങ്ങനെയുള്ള കേസസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ടീച്ചേഴ്സിനും അതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം
എങ്ങനെയായാലും കുട്ടിയെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഇതിനൊക്കെ റെഡിയാക്കി ഇതൊക്കെ എന്താണ് സർവീസാണ്. കാരണം ഇതൊക്കെ നമുക്കും നമ്മളെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്കും നാളെ നടക്കാവുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പൊ അങ്ങനെയാണ് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ടീച്ചേഴ്സും പാരൻസും നമ്മളെ ചിൽഡ്രൻസിന് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. കാരണം അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഓൺലൈൻ അബ്യൂസ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്യൂസൈഡൽ, അല്ലെങ്കിൽ വേറൊരു പ്രശ്നം കുട്ടികൾക്കെതിരെ നടക്കുന്നത് സ്യൂസൈഡൽ ടെൻഡൻസി അല്ലെ. നമ്മളിപ്പോൾ കൂടുതലും പണ്ട് കാലമുള്ള പോലെയല്ല, ഇപ്പൊ ചെറിയ മക്കളാണ് സ്യൂസൈഡൽ. അതും നിസ്സാരമായ പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞു 21st സെഞ്ച്വറി സ്കിൽസ് ആണ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ കൃത്യമായി കറേജസോട് കൂടി അഭിമുഖീകരിക്കുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് കുട്ടികൾ മെന്റലി സ്ട്രോങ് ആവുന്നില്ല. ഒരു ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് അവർ തളർന്നു പോകുന്നു. അവരൊരു സ്യൂസൈഡൽ ടെൻഡൻസി അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് കേസസ് നമ്മളെ കുട്ടികൾക്ക് സ്യൂസൈഡൽ ടെൻഡൻസി കാരണം. അതിന്റെ കാരണങ്ങൾ നോക്കുന്ന സമയത്താണ് വെറും നിസാരമായിട്ടുള്ള കാരണങ്ങൾ, അത് നേരിടാനുള്ള ഭയമോ അല്ലെങ്കിൽ അതിനുള്ള മെന്റൽ സ്ട്രെങ്തോ ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിലേക്ക് കുട്ടികളെ പെട്ടുപോകുന്നത്. സോ ഇന്ത്യ ഹാസ് സീൻ എ കൺസേണിംഗ് റൈസ് ഇൻ സൂസൈഡ് റേറ്റ്സ് among children and adolescents in recent years. Suicide is one of the leading causes of death in the age group of 15 to 29 years, with a significant number of cases involving children. So very often there is an underlying mental health disorder and stressful event that triggers the suicidal behavior. അപ്പം അതിനെ കുറിച്ചിട്ടും നമ്മൾ കുട്ടികളെ അവെയർ ആക്കി മാറ്റുക. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അത് കറേജസോടുകൂടി നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കുട്ടികളിൽ, ആ ഒരു മെന്റൽ സ്ട്രെങ്ത് കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സ്വാഭാവികമായിട്ടും ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തഗതിയും ഓവർ തിങ്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെങ്കിൽ ഇപ്പം നമ്മൾ പഠനം പറയുന്നത് 15 മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മരണ കാരണം എന്ന് പറയുന്നത് ആത്മഹത്യയാണ്. കൂടുതലും കുട്ടികൾ ഇതിൽ സൂസൈഡിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കാരണങ്ങൾ പലതും ആവാം. ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് സൂസൈഡ് ചെയ്യുന്നവരുണ്ട്. അക്കാദമിക് പ്രഷർ, റീസെന്റ് ആയിട്ടുള്ള ഒരു കേസ് വന്നതാണ്. സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിന്റെ അക്കാദമിക് പ്രഷർ കാരണം വീട്ടിലുള്ള രണ്ടും കുട്ടിക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് കുട്ടി സൂസൈഡ് ചെയ്ത കേസ്. പാരന്റൽ എക്സ്പെക്ടേഷൻ, സ്വാഭാവികമായിട്ടും നമ്മളെ മറ്റുള്ള കുട്ടികളെ പോലെ നമ്മളെ മക്കളും ആവണം. കുട്ടിക്ക് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്ക് ഒരു ബേർഡൻ കുട്ടിക്ക് ചുമത്തുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും കുട്ടി സൂസൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു ഓവർ പാരന്റൽ എക്സ്പെക്ടേഷൻ കുട്ടിയുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന സമയത്ത്, പാരന്റൽ എക്സ്പെക്ടേഷൻസ് അവിടെ സംഭവിക്കുന്ന സമയത്ത് ബുള്ളിങ്, പിയർ പ്രഷർ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി കോൺഫ്ലിക്ട്സ്, പോവർട്ടി, മീഡിയ ഇൻഫ്ലുവൻസ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഡെത്ത് ഓഫ് ലവ്ഡ് വൺസ്, ലോസ് ഓഫ് ബോയ്ഫ്രണ്ട് ഓർ ഗേൾഫ്രണ്ട്, ആൻഡ് മൂവ് ഫ്രം എ ഫെമിലിയർ സറൗണ്ടിങ് സച്ച് ആസ് ദ സ്കൂൾ ഓർ നൈബർഹുഡ് ഓർ ഫ്രണ്ട്സ്, ഹ്യൂമിലേഷൻ ബൈ ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സ് ഓർ അതേഴ്സ്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ഇത് നമുക്കറിയാം. നമ്മളെപ്പോഴും ഒരു ചെറിയ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാം പലതും. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുട്ടികൾ സ്യൂസൈഡിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. പ്രധാനമായിട്ടും ഈ കാര്യം പറയാം, എന്താണ് സൂസൈഡ് ടെൻഡൻസി. ഇന്ത്യയിൽ കൂടുതലും 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികളെല്ലാം മരണനിരക്ക് സൂസൈഡ് ആവുന്നു, കാരണം സൂസൈഡ് ആവുന്നു. അപ്പൊ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ് കുട്ടികളെ ഈ സൂസൈഡ് ബിഹേവിയറിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ പലതും എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, ഒരു 2 മാർക്കിന് ജസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതാണ് സൂസൈഡൽ ടെൻഡൻസിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്ലാസ് റൂമിൽ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്, അക്കാദമിക് പ്രഷർ. അല്ലെങ്കിൽ നമ്മളെ സ്കൂൾസിൽ നിന്നുണ്ടാവുന്ന ടീച്ചേഴ്സിൽ നിന്നുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ പ്രഷർ കുട്ടികൾക്ക് ഒരിക്കലും ഒരു ബർഡൻ ആവരുത്. സ്വാഭാവികമായിട്ട് നമ്മളെ ടീച്ചേഴ്സ് എപ്പോഴും കുട്ടി നല്ലോണം നല്ല പെർഫോം ചെയ്യണം എന്നാണ് എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഓരോ കുട്ടികളുടെയും ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ ലെവലിൽ ഓരോ കുട്ടീനും നമ്മൾ എന്താക്കണം, അതിനനുസരിച്ചിട്ട് അവരെ നെർച്ചർ ചെയ്യേണ്ടതുണ്ട്.
മറിച്ച് ഒരു ലോ ലെവലിലുള്ള കുട്ടിയോട് ഹൈ ലെവൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിനെ എപ്പോഴും നമ്മൾ തളർത്തും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് അവനക്ക് അവിടെ ഒരു ലോ സെൽഫ് എസ്റ്റീം ആവുകയും അവനക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. മറിച്ച് ഓരോ ലെവലിലുള്ള കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകാം. എപ്പോഴും നിങ്ങളുടെ നിങ്ങളെ ഒരു സപ്പോർട്ട് കുട്ടികൾക്ക് അവിടെ ഉണ്ടാവണം. നിങ്ങളുമായിട്ട് കുട്ടികൾ ഒരു നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മോസ്റ്റ് ഓഫ് ദ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് ടീച്ചേഴ്സിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ള ടോപ്പിക്. ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളത് ടോപ്പിക്ക് ഈ ഒരു വേർഡ് ടേം നിങ്ങൾ ചിലപ്പോൾ പുതുതായി കേൾക്കുന്നതായിരിക്കാം. ഒന്നുമല്ല, ഇൻഡിവിജ്വൽസ് നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഒപ്രഷൻ ഡിസ്ക്രിമിനേഷൻ സൈമൾട്ടേനിയസ്ലി അല്ലെ. നമ്മൾ എന്താണ് ഇപ്പോൾ ഓരോ വ്യക്തികളും ഓരോ ഒപ്രഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ വിവിധ തരത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് അവരുടെ സോഷ്യൽ ഐഡന്റിറ്റീസ്, അതായത് റേസിന്റെയോ ജെൻഡറിന്റെയോ ക്ലാസിന്റെയോ സെക്ഷുവാലിറ്റിന്റെയോ എന്തിന്റെയോ അടിസ്ഥാനത്തിലാക്കാം. ഇതിനൊക്കെ പേരിൽ ഓരോ ഇൻഡിവിജ്വലും ഡിസ്ക്രിമിനേഷനും ഒപ്രഷനും ഒക്കെ നേരിടുന്നുണ്ട്. എന്നാൽ ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് വാസ് കോയിൻഡ് ബൈ ലീഗൽ സ്കോളർ കിംബർലി ക്രൻഷോ ഇൻ 1989. ഓക്കെ, 1989 കിംബർലി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ്. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ acknowledges that people experiences are shaped by the interaction and intersection of multiple aspects of their identity. ചുരുക്കി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എ വിമൻ ഓഫ് കളർ മേ ഫേസ് യുണീക് ചാലഞ്ചസ് ആൻഡ് ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ആർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ദോസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ വൈറ്റ് വിമൻ ഓർ എ മാൻ ഓഫ് കളർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ നിറത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുകയാണ്. ഓക്കെ, എന്നാൽ അറ്റ് ദ സെയിം ടൈം ആ ഒരു സ്ത്രീയായതിന്റെ പേരിലും ഒരു ഡിസ്ക്രിമിനേഷൻ നേരിടുകയാണ്. അപ്പൊ റാദർ ദാൻ ആ വൈറ്റ് വിമനേക്കാളും കൂടുതൽ ഡിസ്ക്രിമിനേഷനും ഒപ്രഷനും നേരിടുന്നത് ഈ ബ്ലാക്ക് വിമൻ ആണെങ്കിൽ, അപ്പൊ അവിടെ ആ സ്ത്രീ രണ്ട് തരത്തിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒപ്രഷൻ നേരിടുന്നുണ്ട്. ഒന്ന് സ്ത്രീ ആയതിന്റെ പേരിൽ, അറ്റ് ദ സെയിം ടൈം ആ സ്ത്രീയുടെ കളറിന്റെ പേരിലും അവിടെ ഒപ്രഷൻ നേരിടണം. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതലോ കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഒപ്രഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നത്, അതിന് രണ്ടിനും സൈമൾട്ടേനിയസ്ലി ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിമിനേറ്റഡ് ഒപ്രസ്ഡ് ആവുന്നതിനെയാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇന്റർസെക്ഷനാലിറ്റി ഹൈലൈറ്റ്സ് ദ വേ in which different forms of privilege and oppression interact and compound to shape a person's social, economic and political realities. അപ്പം നമ്മൾ പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ലോ കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ലോ കാസ്റ്റിൽ നിന്ന് വന്ന ഒരു കുട്ടിയും ഒരു നല്ലൊരു ഫിനാൻഷ്യൽ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു കുട്ടിയും, അപ്പം ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു ആൺകുട്ടി ഈ ലോ കാസ്റ്റിൽ വന്ന പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും കൂടുതലും ഒപ്രഷനും അല്ലെങ്കിൽ കൂടുതലും ഡിസ്ക്രിമിനേഷനും നേരിടുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം കുട്ടിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ലോ ആണ്. രണ്ടാമത്തെ കാരണം കുട്ടി ആ ഒരു ലോ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അപ്പോൾ അവിടെ എന്താണ് ഇന്റർസെക്ഷൻ ആണ്, ഒന്നോ അതിൽ കൂടുതൽ സൈമൾട്ടേനിയസ്ലി ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടി ഒപ്രഷൻ നേരിടുകയാണ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ കുട്ടി നേരിടുകയാണ്. ഇതിനെയാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇത് എഴുതിയാൽ മതിയാവും. ഇതാണ് ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെക്കഗ്നൈസ് ദ interconnectedness of social categories and emphasize the need for inclusive approach to human rights and social justice. അതാണ് അതിന്റെ പ്രാധാന്യം. ഇത് ഇന്റർകണക്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മതം, നമ്മളെ ജാതി, നമ്മളെ കളർ, നമ്മുടെ സെക്സ്, നമ്മുടെ ഐഡന്റിറ്റി, എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. അപ്പൊ എല്ലാ മനുഷ്യരെയും നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും ഇതിനപ്പുറത്തേക്ക്, നമുക്കുള്ള ഡിഫറൻസസിനപ്പുറത്തേക്ക് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ആ ഹ്യൂമൻ ബീങ്സിനെ നല്ല രീതിയിൽ ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് നമ്മൾ കൊണ്ടുവരണം. അത് നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർസെക്ഷനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു 2 മാർക്കിന് വന്നാൽ ചോദിക്കാം. ഒന്നുമില്ല, സൈമൾട്ടേനിയസ്ലി ഒന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഇതില് ഡിഫറൻസസിൽ അയാൾ നേരിടുന്ന ഒപ്രഷൻ. ഓക്കെ, ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഒപ്രഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ സൈമൾട്ടേനിയസ്ലി ബേസ്ഡ് ഓൺ ദർ ഇന്റർസെക്റ്റിംഗ് സോഷ്യൽ ഐഡന്റിറ്റീസ് സച്ച് ആസ് റേസ്, ജെൻഡർ, ക്ലാസ് ആൻഡ് സെക്ഷുവാലിറ്റി. ഓക്കെ, അത്രയേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ അല്ലേ, ഓൾറെഡി നമുക്ക് അറിയുന്ന ടോപ്പിക്സ് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താ? വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, അതിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് വയലൻസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. ചൈൽഡ് അബ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. സിമ്പിളാണ്. ചൈൽഡ് അബ്യൂസിൽ ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, സൈക്കോളജിക്കൽ അബ്യൂസ്, സോഷ്യൽ അബ്യൂസ്, നെഗ്ലക്ട്, ഇതാണ് പ്രധാനമായിട്ടും വരുന്ന അബ്യൂസ്. പിന്നെ ഒരു 2 മാർക്കിന് അബ്യൂസ് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഡോമിനന്റ് പൊസിഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഡിസ്ക്രിമിനേഷൻ 2 മാർക്കിന് വരെയാണ്. എന്താണ് ഡിസ്ക്രിമിനേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഡ്രഗ് ഡിപ്പെൻഡൻസി, നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെ കോമൺ ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുക. അത് ഏതൊരു ചാപ്റ്റർ, ഡ്രഗ് ഡിപ്പെൻഡൻസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമില്ലേ? ഡ്രഗ് ഡിപ്പെൻഡൻസി കുട്ടികളിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അതിനെന്തൊക്കെ പ്രിവെന്റീവ് മെത്തേഡ്സ് വേസ് നമുക്ക് എടുക്കാൻ പറ്റും, അത് കുട്ടികൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഓൺലൈൻ അബ്യൂസും സ്യൂസൈഡൽ ടെൻഡൻസി, ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്. വളരെ സിമ്പിളാണ്. ഈ ക്ലാസ് ഒന്ന് കേൾക്കാം. നിങ്ങളുടെ ചാപ്റ്റേഴ്സ്, നിങ്ങളുടെ ഈ പറഞ്ഞ ടോപ്പിക്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ അതൊന്ന് വായിച്ചു പോവുകയാണെങ്കിൽ ഈ ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പറയാണ്, എക്സാമിനപ്പുറത്തേക്ക് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ചെയ്യുക. നമ്മൾ ഈ ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളൊരു പേപ്പർ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആസ് എ ടീച്ചേഴ്സ് നമ്മൾ എന്താണ് കൂടുതലും എപ്പോഴും അവെയർ ആവേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ അതൊരു ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സർവീസാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ സാധിക്കട്ടെ. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു ഓൾ.